UGC കരട് ചട്ടങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രിയുടെ കത്ത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കാണ് മുഖ്യമന്ത്രി കത്തയച്ചത്. സെയ്ഫ് സെയിൻ ലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ്, ഈ രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കുന്നതാണ് ഇത് എന്ന് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇപ്പോൾ കേന്ദ്രത്തിന് അയച്ച കത്തിന്റെ ഉള്ളടക്കം എന്താണ്? സൂചിപ്പിച്ചു തന്നെയാണ് കേന്ദ്ര മന്ത്രിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിക്കുന്നത്. ലിസ്റ്റിൽപ്പെടുന്നതാണ്. അതിൽ കേന്ദ്രത്തിന് നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് കൺകറന്റ് ലിസ്റ്റിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ഭരണഘടന നിലവിൽ വന്ന സമയത്ത് തന്നെ 7ാം ഷെഡ്യൂളിൽ, അതായത് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇതിൽ കടന്നു കയറിക്കൊണ്ടാണ് UGC പല പരിഷ്കാരങ്ങളും വരുത്താൻ വേണ്ടിയുള്ള കരട് ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് എഴുതിയ കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. ഈ തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകണം. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതിന് ധനസഹായം നൽകുന്നത് കൂടുതലും സംസ്ഥാന സർക്കാരുകളാണ്. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ തീരുമാനം ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന ആവശ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കത്തിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്.